ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു യോക്ക് ബേബി ഫ്രോക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൽ സ്ലീവ്സിലും ബോട്ടം പോർഷനിലും റഫിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ ബേസ് ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ഞാനിവിടെ 4 to 5 year old കിഡിൻ്റെ സൈസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഷോൾഡർ മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്ന 4.75 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, നെക്ക് ഡെപ്ത് 1.75 ഇഞ്ച്. നെക്ക് പോർഷൻ നമ്മൾ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും വൈഡായിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ഷോൾഡർ പോയിന്റിൽ നിന്ന് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 5.25 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്. അതിനായിട്ട് നമ്മൾ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് 4/1 എടുക്കുക. അത് ഇൻക്ലൂഡിങ് ഈസും കൂടി ചേർത്തിട്ടാണ് ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഇതേപോലെ നമ്മൾ 2 സെൻറ്റർ പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ആദ്യം കണ്ടുപിടിച്ച സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 0.25 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ ആം ഹോൾ ഡെപ്ത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആം ഹോൾ ഡെപ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കുറച്ചും കൂടി കയറിയിരിക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുത്തുനിന്ന് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് നമ്മളൊന്ന് കേർവ് ചെയ്തെടുക്കുക. 2 ലൈൻസിലോട്ടും നമ്മൾ, അതായത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേപോലെ കേർവ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യോക്ക് പോർഷൻ തമ്മിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ചെസ്റ്റിനും കുറച്ച് മുകളിലായിട്ടായിരിക്കണം യോക്ക് പാർട്ട് നിൽക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതേപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് താത്തിയിട്ട് ഒരു കേർവി ആയിട്ടാണ് ആ സെപ്പറേഷൻ ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി നമ്മളിത് ചെയ്യുക എന്താണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ലൈൻ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ 1/2 ഇഞ്ച് താത്തി കേർവി ആയിട്ട് വരച്ചില്ലേ, അവിടുന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്ക് നെക്കും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ഈ വരച്ച പാറ്റേൺ നമ്മൾ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ലൈനിങ് പീസാണ് എടുക്കുന്നത്. ഈ ലൈനിങ് പീസിലോട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് നെക്കായിരുന്നു കട്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷനാണ് ആദ്യം ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യും, എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ട്രേസ് ചെയ്യും. ഇതേപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ട്രേസ് ചെയ്യും. ഞാൻ പാറ്റേൺ പേപ്പറിലോട്ട് സീം അലവൻസ് കൊടുക്കാറില്ല. എപ്പോഴും ഫാബ്രിക്സിൽ ട്രേസ് ചെയ്തതിന് ശേഷം ഫാബ്രിക്കിൽ തന്നെയാണ് ഞാൻ സീം അലവൻസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്കിന് ഞാൻ കൊടുക്കുന്ന 0.25 ഇഞ്ചാണ്, ഷോൾഡറിനും സ്ലീവിനും 0.5 ഇഞ്ച്, ആൻഡ് ഹെം പോർഷനും ഞാൻ 0.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മെയിൻ ഫാബ്രിക്കിലും ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഷോൾഡർ പോർഷൻസ് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യുക.
അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ഷോൾഡർ തൊട്ട് നീ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 23 ഇഞ്ചാണ്. അതിൽ നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് സീം അലവൻസ് ഇല്ലാണ്ട് തന്നെ നമ്മൾ 4 ഇഞ്ചാണ്. അതായത് നമ്മൾ യോക്ക് പോർഷൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് 4 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ ബോട്ടം ലെങ്ത് എന്ന് പറയുന്നത് 23ന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്. 4 ഇഞ്ച് കുറയുമ്പം 17 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 21 ഇഞ്ചേ ആയിട്ടുള്ളൂ. ഇനി ഈ ബോട്ടം പാർട്ടിൽ തന്നെ ഞാൻ ഫ്രിൽസും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതൊരു 2 ഇഞ്ച് ലെങ്ത് ആണ്. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ 23 ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബോട്ടം പാർട്ടിന് ഞാൻ 17 ഇഞ്ചായിരുന്നു പറഞ്ഞത്. അതിനോടൊപ്പം ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 18 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുക. ഒരു പോയിന്റിലോട്ട് മാത്രമേ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ പാർട്ടിലോട്ട് വേണം 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വിഡ്ത്ത് കാൽക്കുലേഷനാണ്. അതിനായിട്ട് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് നോക്കുക. അത് 11 ഇഞ്ചാണ്. ഈ 11 ഇഞ്ചിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതായത് 33 ഇഞ്ചാണ്. അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് 35 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ വിഡ്ത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ 3 ഇരട്ടി എടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യോക്ക് പോർഷൻ ഞാൻ സെപ്പറേറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ പകുതി പാർട്ട് നമ്മുടെ ബോട്ടം പാർട്ടിനോട്ട് കയറിയാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് വിഡ്ത്തിലും മാർക്ക് ചെയ്ത് ആം ഹോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ഗ്യാദറിങ്സ് കൊടുക്കുക. അതിനായിട്ടൊരു ലൂസ് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാദറിങ്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ടോട്ടൽ 35 ഇഞ്ച് എന്ന് പറയുന്നതിനെ നമ്മൾ ഇതേപോലെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണല്ലോ, ആ ലെങ്ത്തിലോട്ട് ആക്കിയെടുക്കുക. അങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, ഈ ഗ്യാദറിങ്സ് അതായത് ഈ സ്റ്റിച്ച് നമുക്ക് വിട്ടു പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രിൽസ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷനാണ്. അതിനായിട്ട് ഞാൻ താഴെ ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് ലൈൻസിലായിരിക്കും ആദ്യത്തെ ഫ്രിൽസ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ 3 തട്ടായിട്ട് ഫ്രിൽസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫ്രിൽസ് ഞാൻ കൊടുക്കുന്നത് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈൻസിലായിരിക്കും. അതിനുശേഷം ഞാൻ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈൻസിലായിരിക്കും നമ്മൾ സെക്കൻഡ് ഫ്രിൽ ആഡ് ചെയ്യുന്നത്. ഇനി തേർഡ് ഫ്രിൽ ആഡ് ചെയ്യുന്നത് ഈ ലൈനിൽ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലൈനിലായിരിക്കും നമ്മൾ തേർഡ് ഫ്രിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ് ഫോം ചെയ്യാനായിട്ട് ഒരു 2.5 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ ലൈൻസ് ഒഴികെയുള്ള ബാക്കി ലെങ്ത് നോക്കുക. അത് 13 ഇഞ്ചാണ്. അപ്പോൾ ആ 13 ഇഞ്ചായിരിക്കും ഞാൻ ലൈനിങ്ങിന് കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത്. ലൈനിങ് നമ്മൾ മെയിൻ ഫാബ്രിക്കിന് കൊടുക്കുന്ന അത്രയും ലെങ്ത്, അതായത് ആ ഒരു 17 ഇഞ്ച് ലെങ്ത് ഞാൻ കൊടുക്കുന്നില്ല. ഫ്രിൽസ് ഒഴിച്ചിട്ടുള്ള ബാക്കി ലെങ്താണ് ഞാൻ ലൈനിങ് പോർഷന് കൊടുക്കുന്നത് കേട്ടോ. ഇനി ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ എടുത്തില്ലേ, 3 ഇരട്ടി എടുക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് ലൈനിങ് പീസിലും വിഡ്ത്ത് എടുക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ ഞാൻ ആം ഹോള് നമ്മുടെ യോക്ക് പോർഷൻ ഒഴിച്ച് നമ്മുടെ ബോട്ടം പാർട്ടിലോട്ട് ആം ഹോള് കയറി വരുന്നുണ്ട്. അതും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. മെയിൻ ഫാബ്രിക് ചെയ്തതുപോലെ തന്നെ ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഗ്യാദറിങ്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ ആ ഒരു ലെങ്ത്തിലോട്ട് നമ്മൾ ഈ ഗ്യാദറിങ്സ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ യോക്ക് പോർഷനിലോട്ട് അത് ചേർത്ത് അറ്റാച്ച് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ബോട്ടം പോർഷനും യോക്ക് പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇൻ്റർലോക്കിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്ലീവ് അറ്റാച്ചിങ് ആണ്. ഞാൻ സ്ലീവ്സിന് റഫിൾ സ്ലീവ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ ഡ്രസ് ഫോംസിലും ഞാൻ റഫിൾസ് ആണ് ആഡ് ചെയ്യുന്നത്. റഫിൾ സ്ലീവ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം നമുക്കത് ചെയ്യാനും സിമ്പിളാണ്, അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ റഫിൾ സ്ലീവിന് ഞാൻ 12 ഇഞ്ച് ലെങ്ത്താണ് ടോട്ടൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ 3 ഇരട്ടിയാണ് എടുക്കുന്നത്. ഇവിടെ എൻ്റെ സ്ലീവ്സിൻ്റെ വിത്ത് വന്നിട്ട് ഞാനൊരു 1 ഇഞ്ച് 1.25 ഇഞ്ചിലൊക്കെ ആക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രിൽസ് ഞാനിവിടെ കൊടുക്കുന്നില്ല. സോ ഞാനൊരു 2 ഇരട്ടി ലെങ്ത്തിലാണ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 12 ഇഞ്ച് ആണല്ലോ, അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 24 ഇഞ്ച് ലെങ്ത്തും വിത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ്. അതായത് നമ്മുടെ സീം അലവൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് 2.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് വിത്ത് എന്ന് പറയുന്നൊരു 1 ഇഞ്ച് അടുപ്പിച്ചായിരിക്കും. അപ്പോൾ റഫിൾസിനും ഞാൻ ഇതേപോലെ തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 24 ഇഞ്ചിനെ ഞാൻ റെഡ്യൂസ് ചെയ്ത് 12 ഇഞ്ച് ആക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രിൽസ് അറ്റാച്ചിങ് ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഫ്രണ്ടിലും ബാക്കിലും 2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻസിലോട്ട് നമ്മൾ ഇതേപോലെ 3 തട്ടായിട്ട് ഫ്രിൽസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രിൽസ് ഞാൻ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ആദ്യത്തെ റഫിൾസ് ഞാൻ ഇതേപോലെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കി 2 റഫിൾസും നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.